കോടതിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ മുരളീധരൻ. സ്വർണ്ണക്കൊള്ളയിലടക്കം ശബരിമലയിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കോടതിയുടെ ഇടപെടൽ മൂലം സർക്കാരിന് നിസ്സഹായാവസ്ഥ. RSS നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട സംഭവം വിവാദമാക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രിയെ ആർക്കും കാണാമെന്നും മുരളീധരൻ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കാൻ ഒരു മാർഗവും അവലംബിക്കാൻ ഇപ്പോൾ സർക്കാരിന് കഴിയുന്നില്ല. കാരണം SIT-നെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരാണെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുമില്ല. സർക്കാരിനൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിലെ നിയമന കാര്യങ്ങൾക്കൊക്കെ സർക്കാരിന് ഒരു ഫ്രീഡം ഉണ്ടാവേണ്ടതാണ്. കോടതിക്ക് ആ സർക്കാർ നടപടിയിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും ഇടപെടാം. അപ്പം അങ്ങനെ സർക്കാരിൻ്റെ പല കേസിലും കോടതിയുടെ വിധി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനഘ, കെ മുരളീധരൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്? പ്രത്യേകിച്ച് കോടതിക്കെതിരെ രൂക്ഷ വിമർശനമൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടുള്ള മന്ത്രിയുടെ പോക്ക് എങ്ങനെയായിരിക്കും? ഒപ്പം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിലും കെ മുരളീധരൻ മറുപടി പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് അനഘ വിശദാംശങ്ങൾ? അശ്വതി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇനി സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നാണ് ഈ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കെ മുരളീധരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോടതിയെ വിമർശിക്കുകയാണ്. കോടതിയാണ് SIT സംഘത്തെ നിയമിച്ചത്. SIT സംഘം കോടതിയിൽ കുറ്റപത്രം നൽകാൻ വൈകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള ഒരു നീക്കമാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ RSS നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ മന്ത്രിയല്ല, കേരളത്തിലെ മൊത്തം ആളുകളുടെയും മന്ത്രിയാണ്. അതുകൊണ്ട് ആര് വന്ന് കണ്ടാലും പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഈ താഴമൽ തന്ത്രി സംശയ മുനയിലായ സ്ഥിതിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പുതിയ സർക്കാരാണ്, സ്വർണം കട്ടത് ആരപ്പ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്കൊക്കെ ഏറിയത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോഴാണ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം മന്ത്രി തന്നെ രംഗത്ത് വരുന്നത്. അശ്വതി, ശരിയാണ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കോടതിക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് കെ മുരളീധരൻ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾക്കും മുരളീധരൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അനഘയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.